ഹലോ ഭൂമി, എന്നെ നേരി കാണാൻ ആഗ്രഹമുണ്ടോ? ആ ഉണ്ട്. എന്നാ പുറത്തേക്ക് വാ. ഞാൻ ഗാർഡനിലുണ്ട്. അങ്ങനെ നേരെ വാ. എവിടെയാ ഉള്ളേ? ഇവിടെ തന്നെ, മരത്തിന്റെ ഇടയില്. എന്നെ കാണുന്നുണ്ടോ? നിക്ക് അവിടെ തന്നെ നിക്ക്. ഞാൻ തന്നെ നിന്റെ അടുത്ത് വരാം. കണ്ണടച്ച് വെയിറ്റ് ചെയ്യും. ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവോ? ഒന്ന് വേഗം വാ. എന്തിനാ ധൃതി വെക്കുന്നത്? ഞാൻ അടുത്ത് വരുന്നു. ഇപ്പൊ കണ്ണു തുറക്ക. കളഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ ചായ ചോദിച്ചോ? ഈ സമയത്തെങ്ങാണ്. അതാണ് ബോസ് ഇവളുടെ പ്രത്യേകത. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നോണ്ട് സാർ ഇവളെ ആ വീട്ടിൽ പ്രഗ്നന്റ് ആക്കിയത്. അറിയോ? എന്താ പ്രഗ്നന്റോ? അയ്യോ, അത് പ്രഗ്നന്റ് അല്ല, പെർമനന്റ്. പ്രഗ്നന്റ് എന്ന് വെച്ചാ ഗർഭിണിയാണ്. ഗർഭിണിയെന്നാണോ? ശരി ശരി, പൊക്കെ പൊക്കെ പൊക്കെ. ഇതെല്ലാം സാറിന് മുമ്പിൽ വെച്ചാണോ പറയുന്നത്? എന്നോട് തനിച്ച് പറഞ്ഞാ പോരായിരുന്നു. ഇംഗ്ലീഷ് മാനക്കേടാണല്ലോ ഉണ്ടാവുന്നത്. എടാ തങ്കപ്പാ, എന്താ ബോസ്? ഇന്നവള് സ്വപ്നത്തിൽ വന്നു. എന്ത്? എന്റെ ഭാര്യ സാറിന്റെ സ്വപ്നത്തിൽ വന്നോ? എടി, നമ്മുടെ കല്യാണം നിശ്ചയിച്ചിട്ട് സാറിന്റെ സ്വപ്നത്തിൽ പോകണം. അവളല്ലടാ, അമ്മക്കുട്ടി. അമ്മക്കുട്ടിയാണോ? ഞാൻ നന്നായിട്ടൊന്ന് പേടിച്ചു പോയി. അല്ല ബോസെ, അമ്മക്കുട്ടിയുടെ മുഖം നന്നായിട്ട് കണ്ടായിരുന്നോ? എവിടെ കാണാനാ? സമ്മതിച്ചോ പൊന്നമ്മ? കൃത്യസമയത്ത് വന്ന് എഴുന്നേപ്പിച്ചില്ലേ അവള്? എഴുന്നേപ്പിച്ച് വിട്ടെന്നോ? അപ്പൊ ബോസ് ഉറക്കമായിരുന്നല്ലേ? എന്താ ബോസ് ഇത്? അമ്മക്കുട്ടി വരുമ്പോഴെങ്കിലും ഉണർന്നിരിക്കാൻ മേലെ. ഉറങ്ങുമ്പോഴാടാ സ്വപ്നം കാണുന്നത് കരിമ്പൂച്ച കഴിച്ചു പിടിച്ചത്. അങ്ങനെയല്ല ബോസെ, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണണം. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് രവിവർമ്മ പറഞ്ഞത്. രവിവർമ്മയോ അതോ വള്ളത്തോളോ? സ്വപ്നം കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല. ബോസ് പിന്നെ കൺഫ്യൂസ് ആയി. ബോസ്, ഒരു കാര്യം പറയട്ടെ. ഈ സ്നേഹവും കല്യാണമെല്ലാം ഒരു യാത്രയാണ്. യാത്ര. സ്നേഹം എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകുന്നു. ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാം. കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈറ്റിൽ പോകുന്ന പോലെയാ. നമ്മുടെ ഇഷ്ടപ്രകാരം ഇടയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിയാ പിന്നെ പെട്ടുപോകും. മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. പൊന്നമ്മ, നമ്മുടെ ബോഡി ഗാർഡിനെ കാണുന്നില്ലല്ലോ. അങ്ങേര് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുക. ഇതെന്താടാ നീ എയർപോർട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? ഇല്ല ബോസ്, ഇതിനകത്തുള്ള പേര് കണ്ട് അവരെ ഇങ്ങോട്ട് വരില്ലേ? അതിനാണ് ഈ സെറ്റപ്പ്. ഒരു ഐഡിയ. ബോർഡ് പോയല്ലോ. ബോസ്, എന്തിനാവശ്യമില്ല അമ്മക്കുട്ടി എന്നെ വലിച്ചേറി കളഞ്ഞത്? അമ്മക്കുട്ടി അവളുടെ യഥാർത്ഥ പേരല്ലടാ. അയ്യോ, അങ്ങനെയാണ് ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എടാ, ഇപ്പൊ അവൾ എനിക്ക് ഫോൺ ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കും. ആ സമയം നീ ആരും അറിയാതെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ ഏത് പെണ്ണാണ് ഫോണിൽ സംസാരിക്കുന്നത് അവളുടെ ഫോട്ടോ വേഗം എടുത്തോണ്ട് വരാം. അവളായിരിക്കും അമ്മക്കുട്ടി. അങ്ങനെയാണ് പെണ്ണിനോട് സംസാരിക്കുമ്പോൾ അവളെ ഏത് റൂമിലാണ് ചോദിച്ചു നോക്കണം. ആ സമയത്ത് പോയി ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ എടുക്കാം. ഓക്കെ ബോസ്, ഓക്കെ ബോസ്. ബോസിന്റെ ഫീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് വേറൊരു കാര്യം ചെയ്യേ. ആ സമയത്ത് അവളുമായി സംസാരിച്ച് അവളെ പുറത്തുകൊണ്ട് പോവാ. അവള് കാണാതെ ഞാൻ ഫോട്ടോ എടുക്കാം. എന്റെ ഭഗവാനെ, ഇവന്റെ നീ എവിടേക്ക് പോവാ? അങ്ങോട്ട് പോടാ. ഓക്കെ ബോസ്, ഓക്കെ ബോസ്, ഓക്കെ ബോസ്, ഓക്കെ ബോസേ, ഞാൻ പോവാ. ഹലോ, കാലത്ത് തന്നെ എന്താ എന്റെ ഹോസ്റ്റലിൽ ഡ്യൂട്ടി? നീ ഈ ഹോസ്റ്റലിലാണോ ഉള്ളത്? അയ്യോ, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. തന്റെ റൂം നമ്പർ എത്രയാ? റൂം നമ്പർ പറയണോ അതോ എന്റെ ഫോൺ നമ്പർ പറയണോ? ഓക്കെ ഓക്കെ, പറയണ്ട പറയണ്ട. ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഉടനെ തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എങ്ങനെയാ? എപ്പോഴാ കാണണ്ടേന്ന്? നീ എന്നാ പറയാനാ? ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞില്ലേ? കേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറ്റില്ലെന്ന്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ, എന്ത് ചെയ്യും? അപ്പുറത്തൂടെ പോയിട്ട് അവളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്ന ചോദിച്ചേ? I don't want any explanation. What are you doing there? What are you doing there? Explain me. ഇവിടെ എന്താ ഇംഗ്ലീഷ് പടം നടക്കുന്നേ? ഒരു പക്ഷെ ഇവളെങ്ങാനും ആണോ? ഇവളുടെ ഫോട്ടോ അപ്പുറത്ത് തന്നെ പോയി എടുക്കാം. ഭാഗ്യം ആരുമില്ല ഇവിടെ. ഇതെന്താ ഇവിടെ ഫോൺ ചെയ്യൽ മത്സരമാണ് നടക്കുന്നത്? മൊത്തം കുഴഞ്ഞു പറഞ്ഞു കിടക്കുവാണല്ലോ ഇവിടെ. ഇനി എന്താ ആലോചിക്കാനാ? എല്ലാവരുടെയും ഫോട്ടോ ഒരുമിച്ച് അങ്ങോട്ട് എടുത്തോണ്ട് കൊടുക്കാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? ബോസ് തന്നെ സെലക്ട് ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ഈ സാധനം എവിടുന്ന് വന്നു? എന്റെ പെണ്ണുമ്പോൾ എങ്ങനെ കിടന്ന് കുനിഞ്ഞി ഓടാതെ കെട്ടിട വീടിഞ്ഞു വീഴും. കള്ളൻ എവിടെ? കള്ളൻ 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 എല്ലാരും എന്റെ അമ്മോ! എന്റെ പെണ്ണുമ്പോൾ എന്തിനാ അടിക്കുന്നേ? പെമ്പിള്ളാരെ ഫോട്ടോ എടുക്കുന്നത് കൂടാതെ കിസ് ആവശ്യമുണ്ട് നിനക്ക്.
ശബ്ദം? ആ ഏതോ ഒരു വട്ട് കേസ് ടെറസിൽ നിന്ന് താഴെ വീണെന്നാ തോന്നുന്നേ. എല്ലാരും കൂടെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. എന്നാ ശരി, ഞാൻ ഈവനിങ് വിളിക്കാം. അയ്യോ ഇയാള് വെക്കേണ്ട ആവശ്യമില്ല. സംസാരിച്ചോ ഒരു കുഴപ്പമില്ലാന്നേ. ഇനി അങ്ങനെ ഈ വഴിക്ക് വന്നാലുണ്ടല്ലോ. ആ അതെ ഇത് നമ്മുടെ പാർട്ടിയാണല്ലോ. ഇയാൾ വൈകിട്ട് വിളിക്കും കേട്ടോ. അയാളുടെ ബോഡിയെങ്കിലും എനിക്ക് താ. ധൃതി വെച്ചിറക്കല്ലേ, എല്ലാം തകർന്ന് കിടക്കുക. ബോസേ, ഇതിപ്പോ എവിടെയാ സ്ഥലം? മൂത്രം ഒഴിക്കാൻ വന്നതാണോ? വീടാണോ? എല്ലാം കലങ്ങി കിടക്കുന്നോണ്ട് തോന്നുവാ. അയ്യോ ചേട്ടാ, എന്തോ ഞാൻ തന്നെയാ. ഒന്നുമില്ലെന്നോ, വെറുതെ ഒന്ന് വീണതാ. അടിച്ചും തല്ലിയും വീണതാന്ന് പറ ബോസേ. അപ്പൊ താഴെയല്ലേ വീണേ? താഴെയാ വീണത്. അടിക്കാതെ എന്ന് ഞാൻ എല്ലാരോടും യാചിച്ചതാ. കാലി വീണത് അവർക്ക് സൗകര്യമായി, അതുകൊണ്ട് എല്ലാരും ചവിട്ടിക്കൂട്ടി എന്നെ പുറത്തിട്ടു. എല്ലാരും? എത്ര പേര്? അടി വാങ്ങിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാന്ന് എണ്ണാൻ പറ്റുമോ? ശ്വാസമെങ്കിലും വിടാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് എണ്ണായിരുന്നു. അതിലൊരു പൊണ്ണത്തടിച്ച് കരാട്ട പഠിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. അവളുടെ അടി മുഴുവൻ മർമ്മത്തിലായിരുന്നു. ഇത്രയും വലിയ മുട്ടുകാലം വെച്ചിട്ട് ഒറ്റ കേട്ട് മണ്ടനോട്ട് ഇവിടെ വരെ വന്നു. ഒന്ന് വായടക്കേ. അടച്ചല്ലോ, അല്ല എല്ലാം കൂടെ വായിക്കൂടെ പുറത്തേ അടിയനെ. അതിനുശേഷം അതെല്ലാം കൂടി ഇരുന്നിടത്തേക്ക് തന്നെ റീസെറ്റ് ചെയ്യാൻ ഞാൻ പെട്ട പാടേ ദൈവത്തിന് മാത്രം അറിയാം. എന്തിനാ ഇങ്ങനെ അടി വാങ്ങിട്ട്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അടി എന്താ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടാണ് വരുന്നത്? വേണ്ടെന്ന് പറഞ്ഞാലും ചവിട്ടി കൂട്ടുമല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അത് ഒരു പ്രധാനപ്പെട്ട ഫോൺ വന്നു, അതുകൊണ്ട് ഞാൻ ആ ഫോൺ തന്നെ. ആ ഫോൺ കാരണമാ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ബോസേ, ധൈര്യമായിട്ടിരിക്കെ. ബാക്കിയുള്ള ഈ ജീവൻ വെച്ചാണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കും. അച്ഛൻ വരൂ. സാറെപ്പോഴാ വന്നേ? ഇവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ മീരെ കണ്ടിട്ട് പോവാന്ന് ഓർത്തു. നിങ്ങളുടെ കോളേജിന് എന്നാ ലീവ്? അടുത്ത മാസം 25-ാം തീയതി. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം നാട്ടിലേക്ക് വന്നേ. ശരി സാർ. മീരയുടെ എക്സാമിന് വേണ്ടിയാണ് എല്ലാരും കാത്തിരിക്കുന്നത്. എക്സാം കഴിഞ്ഞത് ലണ്ടനിലേക്ക് പോണം. കാരണം ഇവിടെ കല്യാണം അവിടെ വെച്ച് നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമി, എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്ന? ഒന്നുമില്ല, ഞാൻ വെറുതെ. വരൂ, വാ. സാരമില്ല, കുറച്ചുനേരം ഇരിക്കാം. ഇരിക്കെ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായി ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ, എന്താണേലും പറഞ്ഞോളൂ. മീരെ, നീ എന്താ ഫോൺ അവിടെ വെച്ചിട്ട് വന്നേ? അച്ഛൻ വിളിക്കുന്നുണ്ട്, വേഗം വാ. സോറി ഭൂമി. അച്ഛനൊന്നും വിളിച്ചതല്ല, ഞാൻ കള്ളം പറഞ്ഞതാ. ഈ രാത്രി ഭൂമിയോട് നിനക്ക് തനിച്ചെന്താ സംസാരിക്കാനുള്ളേ? അത് പിന്നെ ചുമ്മാ. മീര, നിന്റെ പോക്ക് കണ്ട് എനിക്കാ പേടിയാ വന്നേ. നിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ മീരെ? പക്ഷെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് വേറെയാ. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഭൂമി വരില്ലായിരുന്നു. അയ്യോ, നീ വിചാരിക്കുന്നത് പോലെ അയാൾ നിന്നെ പ്രേമിക്കുന്നൊന്നും ഇല്ല മീരെ. അതിനിപ്പോ ഞാൻ മീരെ അല്ല, ഭൂമി സ്നേഹിക്കുന്ന ആ പെണ്ണായാൽ മാത്രം മതി എനിക്ക്. ഇനി എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് നിന്റെ അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ. ഇനി ഇത് ഭൂമി അറിഞ്ഞാലോ? നിനക്ക് വേണ്ടി നിന്റെ അച്ഛനോട് വഴക്കുണ്ടാക്കി നിന്നെ കൊണ്ട് പോകുന്നാണ് വിചാരിക്കുന്നേ? നെവർ. നിനക്ക് ഇനിയും അയാൾ മനസ്സിലായിട്ടില്ല മീര. നിന്റെ അച്ഛനോട് ഇത്രയും ബഹുമാനം കാണിക്കുന്ന അയാൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. ഫോണിൽ സംസാരിക്കുന്ന പെണ്ണ് നീയാണെന്ന് അറിഞ്ഞാൽ കൂടെ അയാൾ വിശ്വസിക്കില്ല. നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അയാൾ അയാളുടെ വഴിക്ക് പോകും മീരെ. ഇതാണ് നടക്കാൻ പോകുന്നത്.